ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളാഹി ഭരണകാലത്ത് മദ്യപിച്ച ഒരു കൂട്ടം ആളുകളെ അദ്ദേഹത്തിന്റെ അടുക്കലോട്ട് കൊണ്ടുവരപ്പെട്ടു. അതായത് അവരുടെ മേൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ അവർ ചെയ്ത കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവർക്ക് അടി നൽകുവാനായിട്ട് ശിക്ഷയായിക്കൊണ്ട് കൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ആ കൂട്ടത്തിൽ മദ്യപിക്കാത്ത നോമ്പുകാരനായിട്ടുള്ള ഒരാൾ ഉണ്ടായി എന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇബ്ദഉ ബിഹി, അങ്ങനെയാണെങ്കിൽ അവനാൽ ആരംഭിച്ചു കൊള്ളുക, ആദ്യം അവന് ശിക്ഷ നൽകിക്കൊള്ളുക. അപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമാ സമിഅത ഖൗലഹു തആല, നീ അല്ലാഹുവിന്റെ ഈ വചനം കേട്ടിട്ടില്ലയോ? വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅതും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദു മഅഹും ഹത്താ യഖൂദു ഫി ഹദീസിൻ ഗൈരി ഇന്നകും ഇദൻ മിത്ലുഹും. അല്ലാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും നിങ്ങൾ കേട്ടാൽ അത്തരക്കാർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നവരെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുതെന്നും അങ്ങനെ ഇരിക്കുന്ന പക്ഷം നിങ്ങളും അവരെ പോലെ തന്നെ ആയിരിക്കുമെന്നും ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിനെ തെളിവാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, തിന്മ പ്രവർത്തിക്കുന്നവരും ആ തിന്മ സാക്ഷ്യം വഹിക്കുന്നവരും ഒരുപോലെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ തിന്മകളെ സാക്ഷ്യം വഹിക്കുന്ന വിഷയം നാം ശ്രദ്ധിച്ചു കൊള്ളുക.